കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ടെറർ ആംഗിളിലേക്ക് തന്നെയാണ് അന്വേഷണമെന്ന് തോന്നുന്നു. വണ്ടിയുടെ ഉടമസ്ഥനെ ട്രേസ് ചെയ്തിട്ടുണ്ട്. ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത്, ഡൽഹിയിൽ വിവിധ ഇടങ്ങളിൽ സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തുന്നു. 2 സസ്പെക്ട്സ് കസ്റ്റഡിയിലാണെന്ന വിവരം വരുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി LNJP ആശുപത്രിയിലുണ്ട്. പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്യുന്നു. ബാക്കി എന്തൊക്കെ? കൊണ്ടാക്കാൻ പറ്റില്ലല്ലോ. നോർമൽ പോലീസ് അവർ പെട്ടെന്ന് വരികയും ചെയ്തിരിക്കാൻ, പക്ഷെ നമ്മളങ്ങോട്ട് വിടില്ല. കാരണം എന്താ പറഞ്ഞാൽ ദൃക്സാക്ഷിയുടെ വാക്കുകളായിരുന്നു. പക്ഷേ സാങ്കേതിക തകരാറ് കൊണ്ട് അത് പൂർണ്ണമായും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. മരണസംഖ്യ ഉയരുകയാണ്. 13 മരണം എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന കണക്കുകൾ. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ കാർ ഹ്യൂണ്ടായി i20യുടെ ഉടമസ്ഥനെ കണ്ടെത്തിയിട്ടുണ്ട്. കാറുമായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്, വലയത്തിലാണ്. 2 സസ്പെക്ട്സിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ, പൂർണ്ണമായ രൂപം അറിയേണ്ടതുണ്ട്. ഞാൻ സേഫാണ്, ഇങ്ങനെ ഒരു സംഭവം വരും അവരറിയില്ല. ഈ ആൾക്കാര് മരിച്ചു വീഴുന്ന അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. എങ്ങനെ സാഹചര്യം മരിച്ചില്ല? ഞാൻ പറഞ്ഞ അത്രയും തിരക്കുള്ള സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. അന്നേരം എന്തായാലും മരണപ്പെടില്ല. കാരണം നമ്മളിപ്പോ ഒരു 100 ആളടക്കം ഒരു ബോംബ് പൊട്ടിച്ചാൽ അല്ലെങ്കിൽ ഒരു പടം പൊട്ടിച്ച് അതല്ല ഞാൻ പറയാം. അതിന്റെ വേറെ ഇതുവരെ മാറിയിട്ടില്ല. കാരണം ഇതുവരെ ഇങ്ങനെ അനുഭവമിട്ടില്ല. കാരണം എങ്ങനെ പറയാനുള്ളൊരു ഇത് വരുന്നില്ല. അത്രയും പേടിച്ചു പോയി. കാരണം തൊട്ടൊരു 100 മീറ്റർ അതിലതില്ല. അസ്ഫാബിന്റെ വീട്ടുകാരനെ അറിയില്ല. ഞാൻ പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ബോംബ് പൊട്ടിക്കുന്നുണ്ട്, ഒമ്പല്ല എന്തോ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ ന്യൂസ് വന്നാൽ പേടിക്കണ്ട, കാരണം ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെന്ന്. 1-2 മിനിറ്റ് മുമ്പ് നിങ്ങൾ സ്ഥലമായിരുന്നു. അതാ ഞാൻ പറഞ്ഞു 5 മിനിറ്റ് 1-2 ജസ്റ്റ് ഞാൻ പറഞ്ഞു. അവിടുന്ന് ഒരു 100 മീറ്റർ കുറച്ച് മുന്നോട്ട് പോയിട്ട് മീഡിയക്കാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് ഈ സംഭവം. എങ്ങനെ സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കുന്നത്? ഇവിടുന്ന് ലോക്കൽ മീഡിയസ്, നമ്മളെ ബീഹാറിന്റെ ഇലക്ഷനും പിന്നെ SIR അതിന് നമ്മൾ ലോക്കൽ മീഡിയസ് ഉണ്ടല്ലോ, അവർ ചോദിക്കുന്ന എന്നാ SIR എങ്ങനെ നിങ്ങളെങ്ങനെ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ബീഹാറിലെ കാര്യങ്ങൾ എങ്ങനെ ആര് ജയിക്കും, അങ്ങനെ ഉണ്ടല്ലേ. അതിനെപ്പറ്റി കുറച്ച് ഞാൻ ഹിന്ദി സംസാരിക്കും. അതുകൊണ്ട് കുറച്ച് അവരോട് സംസാരിക്കും കാര്യങ്ങളും ചെയ്ത് അന്ന് സംസാരിച്ച് നിൽക്കുന്നവരാണ് ഈ സംഭവം നടക്കുന്നത്. ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ അനുനിമിഷം ആശങ്കപ്പെടുത്തുന്നതാണ്. CCTV ഫുട്ടേജുകൾ പരിശോധിക്കുന്നു എന്ന് നേരത്തെ അമിത്ഷാ തന്നെ വ്യക്തമാക്കിയിരുന്നു. നാളെ ചാന്ദിനി ചോക്ക് മാർക്കറ്റ് അടക്കം അടച്ചിടുകയാണ്. ഈ ഹ്യുണ്ടായി i20 ആരുടേതെന്ന് വ്യക്തമായിട്ടുണ്ട്. ആ രജിസ്ട്രേഷൻ ആരുടെ പേരിലാണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അയാളുടെ ഐഡന്റിറ്റി വ്യക്തമാണിപ്പോൾ. പോലീസ് കൺഫേം ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാത്തത്. ഭീകരാക്രമണം എന്ന ആംഗിളിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിക്കുന്ന ഔദ്യോഗികമായ വിവരങ്ങൾ ഇപ്പോൾ മന്ത്രിമാരാരും പങ്കുവച്ചിട്ടില്ല, പോലീസ് ഉദ്യോഗസ്ഥരും പങ്കുവച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് അപകടമോ ഭീകരാക്രമണമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ കൺഫേം ചെയ്ത് പറയുന്നില്ല. പക്ഷേ ഇതൊരു IED ബ്ലാസ്റ്റ് ആവാനുള്ള സാധ്യതയാണ് എന്ന സൂചനയിലേക്കാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത്, പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ. അർജുൻ പീതാംബരനും P ബസന്തുമാണുള്ളത്. ബസന്ത്, അന്വേഷണം ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് പുരോഗമിക്കുന്നത്? എല്ലാ അന്വേഷണ ഏജൻസികളുമുണ്ട്. ചില പരിശോധനകൾ നടക്കുന്നതായി, ചില സെർച്ചുകളും റെയ്ഡുകളും നടക്കുന്നതായും 2 പേരെ കസ്റ്റഡിയിലെടുത്തതായുമുള്ള വാർത്തകളുണ്ടല്ലോ. और कुछ लोग यहाँ से जा रहे हैं. आपको बताते चले कि कुछ ऐसे अधिकारियों के आप लोग कहाँ जा रहे हैं? अच्छा, ये यहाँ पर कुछ तस्वीरें दिखा रहे हैं. यहाँ पर देखिए वो जो शरीर एक टुकड़ा है मांस का. 2 പേരും ഗ്രൗണ്ടിലാണ് ഉള്ളത് എന്ന് മാത്രമല്ല മൊബൈൽ ജാമർ അടക്കം ലൈവ് സംവിധാനങ്ങളെ അവിടെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അവർ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇങ്ങോട്ട് അവിടെ നിന്നുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പറയാൻ കഴിയാത്ത ആ സാഹചര്യത്തിലാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 6:52 ഡൽഹിയിൽ ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ഒരു ഹ്യുണ്ടായി i20 കാറാണ് പൊട്ടിത്തെറിച്ചത്. വേഗം കുറച്ച് വന്നിരുന്ന ആ i20 കാർ ഡൽഹി മെട്രോയുടെ ലാൽക്കില സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപത്തെ ട്രാഫിക് സിഗ്നലിലേക്ക് എത്തുന്നു. റെഡ് ആയപ്പോൾ വണ്ടി അവിടെ നിർത്തുന്നു. തുടർന്ന് സ്ഫോടനം ഉണ്ടാകുന്നു. ആ സ്ഫോടനത്തിൽ ആ വാഹനത്തിൻ്റെ i20 വാഹനത്തിൻ്റെ പുറകിലുണ്ടായിരുന്ന വാഹനങ്ങളിലേക്ക് തീ പടർന്നാണ് ഇത്രയും വലിയ അപകടം, ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഈ കാറിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. അതൊരു ഹ്യുണ്ടായി i20 കാറാണ്. കാറിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തിയിട്ടുണ്ട് പോലീസ്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുകയുമാണ്. ആശുപത്രിയിൽ അല്പസമയം മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തി. അദ്ദേഹം അവിടെ ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൽച്ചെ അടക്കമുള്ള ആളുകളുമായിട്ട് അദ്ദേഹം യോഗം ചേർന്നു. അദ്ദേഹം അവരുമായി നേർക്കുനേർ പങ്കെടുക്കുകയുണ്ടായി. രാജ്യം ഹൈ അലർട്ടിലാണ്, കേരളവും ഹൈ അലർട്ടിലാണ്.
ആൾക്കൂട്ടങ്ങളുള്ള ഇടങ്ങളിലൊക്കെ പരിശോധനകൾ നടക്കുന്നു. റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റേഷനുകളും അടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പ് ട്വീറ്റ് ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിക്കുകയും ചെയ്തു. അല്പസമയം മുൻപാണ് ലോക് നായക് ജയപ്രകാശ് നാരായണ ആശുപത്രിയിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിച്ചേർന്നത്. അദ്ദേഹം അവിടെ സതീഷ് ഗോൽച്ചെ അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ്. രാജ്യം ഹൈ അലർട്ടിലാണ്.